അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് 100,000-ലധികം പ്രവാചകന്മാര് വന്നുപോയി. ഈ 100,000-ൽ പരം നബിമാരുടെ ചർച്ച എന്തായിരുന്നു അവരുടെ പ്രബോധനം നടത്തിയിരുന്നത്? അവരുടെ പ്രബോധന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഖുർആനിൽ അത് പറയുന്നുണ്ട്. തൗറാത്ത് മൂസാ നബിയുടെ ഗ്രന്ഥമാണ്. ഇഞ്ചീല് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലൊക്കെ പരാമർശിക്കപ്പെടുന്നത് നല്ലൊരു ഭാഗം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. അതാണ് ഇപ്പോ ഹാഫിൽ ഓതിയ ആയത്ത്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ അല്ലദീന യത്തബിഊന റസൂലൽ ഉമ്മിയ. എങ്ങനെ? അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ. ഉമ്മിയായ നബിയായ റസൂലിനോട് പിൻപറ്റുന്നവർ. എന്നിട്ട് തുടർന്ന് പറയുന്നു, യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലും പേര് എഴുതപ്പെട്ട നബി എന്ന്. തൗറാത്ത് മൂസാ നബിയുടെ ഗ്രന്ഥമാണ്. ഇൻജീല് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥമാണ്. നബിയെ പറ്റി അതിൽ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ബനു ഇസ്രായേലുകളിൽ ഒരാൾ മരണപ്പെട്ടു. അയാൾ 100 കൊല്ലം അള്ളാഹുവിന് തെറ്റ് ചെയ്ത് ജീവിച്ച് ജനങ്ങളെല്ലാരും കൈയൊഴിഞ്ഞ, ജനങ്ങളുടെ ശാപത്തിന് വിധേയമായ വ്യക്തി തെറ്റുകൾ തന്നെ ചെയ്ത് 100 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ ആരും തയ്യാറായില്ല. ജനങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി മാലിന്യത്തിൽ തള്ളിയിട്ട്. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അയാളെ എടുക്കണം, അയാളെ മയ്യത്ത് സംസ്കരണം നടത്തി നിസ്കരിച്ചിട്ട് മറവ് ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പടച്ചോനെ, ഈ നാട്ടുകാര് മുഴുവൻ സാക്ഷിയാണ്, ഇദ്ദേഹം തെറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ് എന്ന്. അള്ളാഹു പറഞ്ഞു, അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ തൗറാത്ത് തുറന്നപ്പോ ആ തൗറാത്തിൽ മുഹമ്മദ് നബിയുടെ പേരും വർണ്ണനകളും വിശേഷണങ്ങളും കണ്ടപ്പോ, പിൽക്കാലത്ത് വരുന്ന ഒരു അത്യുന്നത വ്യക്തിയല്ലേ ഇദ്ദേഹം എന്ന് പറഞ്ഞ് ആ പേര് 2 കണ്ണിന്റെ ഇടയിൽ വെച്ച് അദ്ദേഹം ചുംബിച്ചിരുന്നു. അത് കാരണം ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്റെ വക എല്ലാ നന്ദിയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരെ എടുത്ത് സംസ്കരിക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തൗറാത്തിൽ കണ്ടപ്പോ, ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഇവിടെ വരുന്ന അത്യുന്നത വ്യക്തിയാണ് എന്ന നിലക്ക് ആ പേര് അദ്ദേഹം നെറ്റിയിൽ വെച്ചതുകൊണ്ട്, ചുംബിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ദ്വാരുന്നു, യാ ലൈതനി ഖുലിഖ്തു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ പടച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി വന്നിട്ട് എന്താ പറഞ്ഞത്? അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വമുബശ്ശിറൻ ബിനബിയ്യിൻ യഅതി. ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് ഈസാ നബി വന്നത്. ഇസ്മു അഹ്മദ്, അഹ്മദ് എന്ന് പേരുള്ള പ്രവാചകൻ. ആ പ്രവാചകനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് എന്ന് ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രധാന ദുആ ഖുർആൻ എടുത്തിട്ടുണ്ട്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ.
ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് ദ്വാരക്കുകയാണ്, ഇവിടെ നിന്ന് നല്ല ഒരു പ്രവാചകനെ നീ അയക്കണേ പടച്ചവനെ, ജനങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന, ജനങ്ങളെ തസ്കിയത്ത് ചെയ്യുന്ന ഒരു പ്രവാചകനെ ഇവിടെ നിന്ന് അയക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദ്വാരുന്നു. പറഞ്ഞു വന്നത് പൂർവീക പ്രവാചകന്മാരുടെ പ്രബോധന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ്. ഇത് എവിടുന്ന് തുടങ്ങിയതാ? അന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വക്കൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു. വിലക്കപ്പെട്ട പഴം കഴിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വർഷങ്ങൾക്ക് ശേഷം തൗബ സ്വീകരിച്ചത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നു, അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ, മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന്. അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മുഹമ്മദ് നബിയെ അറിയാം? മുഹമ്മദിനെ ഞാൻ സമ്പൂർണമായി സൃഷ്ടിച്ചിട്ടില്ലല്ലോ. നൂറൊക്കെ ആദ്യം പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ നാം സമ്പൂർണമായി പഠിച്ചിട്ടില്ലല്ലോ. എങ്ങനെ നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ മനസ്സിലായത്? റഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അർശിന്റെ കാലുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കാണുന്നുണ്ട്. നീ നിന്റെ പേരിന്റെ കൂടെ നിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരന്റെ പേരല്ലാതെ എഴുതൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ നിന്നോട് ദ്വാരക്കുന്നത്, എന്റെ പാപം പൊറുക്കണേ, എന്റെ അബദ്ധം പൊറുക്കണേ എന്ന്. അള്ളാഹു പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ പുറത്തു തന്നിട്ടുണ്ട് എന്ന്. ഇങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയിട്ടും ഒരു റിപ്പോർട്ട് ഉണ്ട്. അദ്ദേഹം അന്ന് ആ രോഗത്തിൽ കടന്ന സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ, വരാൻ പോകുന്ന കാലത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയെ കൊണ്ട് എന്റെ രോഗത്തിൽ ഇടപെടണം എന്ന് അയ്യൂബ് നബി ദുആ ചെയ്തതും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നബിക്ക് മുമ്പിൽ വന്ന 1,20,000 പരം പ്രവാചകന്മാരുടെ പ്രബോധനം നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട് എന്നുള്ള വിഷയമാണ്. ഇത് ആലോചിക്കണ്ടല്ലേ? ഒരൊക്കെ ആ സന്തോഷാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്ന നമ്മൾ ആ സന്തോഷം എന്തുകൊണ്ടും പറയണം. ഹാഫിദ് ഓതിയ ആയത്തിന്റെ അവസാന ഭാഗം, ആ നബിയെ സഹായിക്കുന്നവർ, ആ നബിയെ ബഹുമാനിക്കുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ അമ്പിയാക്കന്മാരോടും അള്ളാഹു എടുത്തൊരു കരാറാണ്, നിങ്ങളൊക്കെ പ്രബോധനം നടത്തുന്ന സമയത്ത് മുഹമ്മദ് നബി വന്നാൽ നിങ്ങൾ എല്ലാവരും ലതൻസുറുന്നഹു, മുഹമ്മദ് നബിയെ നിങ്ങൾ സഹായിക്കണം, എല്ലാവരും മുഹമ്മദ് നബിയോട് പിൻപറ്റണം എന്ന്. ഖിയാമത്ത് നാളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ ഈസാ നബി എന്താ കാട്ടുക? ഈസാ നബി മുഹമ്മദ് നബിയുടെ ശരീഅത്താണ് ഇവിടെ നടപ്പിൽ വരുത്തുക. ഖിയാമത്ത് നാളാവുമ്പോ ഈസാ നബി വരും. ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട ഈസാ നബി വന്നാൽ ആ ഈസാ നബി ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശരീഅത്ത് തന്നെയാണ് ഇവിടെ നടപ്പിൽ വരുത്തുക. ഈസാ നബിയുടെ ഇഞ്ചീൽ അനുസരിച്ചുള്ള നിയമമൊന്നും ഇവിടെ ഉണ്ടാകൂല. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് അള്ളാഹു വളരെ ആദരിച്ചതാണ് നമ്മുടെ നബി. സ്വഹാബത്തിൽ ഒരാള് സ്വർണ്ണ മോതിരിട്ട് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോതിരം വലിച്ചെറിഞ്ഞ്, നരകത്തിൽ നിന്നുള്ള തീക്കനലാണോ കയ്യിൽ വെച്ച് ധരിച്ചു നടക്കുന്നത്? പുരുഷന്മാർക്ക് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? നബി പോയപ്പോ മറ്റു സഹാബത്തൊക്കെ കൂടെ മൂപ്പരോട് പറഞ്ഞു, ആ മോതിരഞ്ഞ് ഏതായാലും ധരിക്കണ്ട, അത് എടുത്തിട്ട് നിനക്ക് വിൽക്കാമെന്ന് പറഞ്ഞപ്പോ സ്വഹാബി പറഞ്ഞു, ഇല്ല, അള്ളാന്റെ റസൂല് വലിച്ചെറിഞ്ഞ സാധനം ഞാൻ ഇനി അത് എടുക്കൂല. സ്വഹാബി പറയാണ്, നബിയാണല്ലോ അത് വലിച്ചെറിഞ്ഞത്, ഇനി അത് ഞാൻ എടുക്കൂല എന്ന്. അത്രക്ക് ബഹുമാനമാണ് സ്വഹാബത്ത് നബിക്ക് കൊടുത്തിരുന്നത്. അല്ലാഹു തആല ആ നബിയോടുള്ള ബഹുമാനവും ഇഷ്ടവും നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.